ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഡയറ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറ്റ് മീൻസ് വെയിറ്റ് കുറയ്ക്കാനുള്ള എല്ലാവരും ആദ്യമേ കുറേ സാലഡ് കഴിക്കും, കുറേ വെജിറ്റബിൾസ് മാത്രം കഴിക്കും. അങ്ങനെയൊന്നും നിങ്ങൾക്ക് ആദ്യം ഇനിഷ്യലി ഒരു വെയിറ്റ് കുറയും. കാരണം നമ്മൾ ഈ പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ നമുക്ക് അത്ര കലോറി നമ്മൾ കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച് വെയിറ്റ് കുറയും. നമുക്ക് മീൻസ് നമ്മൾ കഴിക്കുന്ന വളരെ കുറച്ചാണ്, നമ്മുടെ ആക്ടിവിറ്റീസ് കൂടുതലാണ്, അപ്പോൾ വെയിറ്റ് കുറയും. പക്ഷേ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഡയറ്റ് നമുക്കൊരിക്കലും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഹെയർ ഫോൾ വരും, പീരീഡ്സ് മിസ്സാവും. മെയിനായിട്ട് കാണുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഈ കലോറി ഇത്രയും പോകുമ്പോഴത്തേനും പ്രോട്ടീനൊന്നുമില്ല ഫുഡിൽ, അങ്ങനെ കുറേ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വേറെ വരും. പിന്നെ മീൻസ് വെജിറ്റബിൾസ് മാത്രമല്ല, നമുക്ക് എനർജിക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, വേറെ എല്ലാ ബേസിക് ഇതിനും പ്രോട്ടീൻസ് വേണം, ഫൈബർ വേണം. നമുക്ക് അതുപോലെ ദഹനത്തിനെല്ലാം പ്രശ്നങ്ങൾ വരും, ഫൈബറൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ഫൈബർ കിട്ടും. പക്ഷേ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ആഹാരം മാത്രം കഴിക്കുന്നു, വേറെ ഒരു ടൈപ്പ് സ്കിപ്പ് ചെയ്യുന്നു, അപ്പോൾ അത് കാരണമുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് മീലായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ബാലൻസ്ഡ് മീലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഞാൻ ഡയറ്റിലാണെന്ന് പറഞ്ഞ് കുറച്ച് പച്ചക്കറികൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നു. അങ്ങനെയല്ല, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ആക്കേണ്ടത്. പക്ഷേ ആ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ഫുഡായിരിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ 3 times ആണ് കഴിക്കുന്നതെങ്കിൽ ചിലർക്ക് 3 times തന്നെ കഴിക്കണമെന്നില്ല. ഏത് സമയത്ത് നമ്മൾ കഴിക്കുന്നോ, അല്ലെങ്കിൽ നമുക്ക് എത്ര ഫുഡ് മതി, നമ്മുടെ കലോറി അനുസരിച്ച് നമ്മളത് എങ്ങനെ ഡിവൈഡ് ചെയ്താക്കുന്നോ ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഒരു പ്ലേറ്റിൽ ഇപ്പോൾ ചോറ്, അപ്പം, ദോശ അതുപോലത്തെ കാർബോഹൈഡ്രേറ്റ്, ബ്രൗൺ ബ്രെഡ് ഏതാണോ അത് വേണം. പിന്നെ വെജിറ്റബിൾസ് വേണം ഫോർ ഫൈബർ, പിന്നെ പ്രോട്ടീൻ വേണം. അതുപോലെ ഒരു സെയിം ഫുഡിൽ തന്നെ ലോങ് ടേമിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഞാൻ ചെയ്ത ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ്. മീൻസ് നമ്മൾ ഒരു വെജിറ്റബിൾസിന് ആകെ കഴിക്കുന്നത് ക്യാരറ്റ്, കുക്കുംബർ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, ചപ്പാത്തി, റൈസ്. പക്ഷേ ക്വാണ്ടിറ്റിയിലാണ് അതിൻ്റേത്. അല്ലാതെ ചപ്പാത്തി മാത്രമേ കഴിക്കാവുള്ളൂ, ചോറ് കഴിച്ചാൽ വെയിറ്റ് വയ്ക്കുക, അങ്ങനെയില്ല. വൈറ്റ് റൈസാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾക്ക് ദഹിക്കാനും എല്ലാം ഇതായിട്ടുള്ള. അങ്ങനെ കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കലോറി ഡെഫിസിറ്റാണ് വെയിറ്റ് ലോസിന് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഈ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക എന്ന് പറയുന്നത്, അത് നമ്മുടെ ഗോളെന്ന് പറയുന്നത് മസിൽ ഗെയിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോട്ടീൻ വേണം. അതുകൊണ്ടാണ് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുക്കുക എന്ന് പറയുന്നത്. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഈ മസിലെല്ലാം മീൻസ് ഫീമെയിൽസിന് മെയിൽസിനെ പോലെ മസിൽ കൂടത്തില്ലെങ്കിലും നമ്മൾ ടോൺഡ് ബോഡി ആവുന്നത് നമ്മൾ ചെറുതായിട്ട് മസിൽ ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ മസിൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം.